ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഹെയർ ഡൈയുടെ വീഡിയോ ആണ്. നമ്മുടെ നരച്ചു പോയ മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വിദ്യ മാത്രം ചെയ്താൽ മതി. നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ കറുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ വീഡിയോയുടെ താഴെ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. ആദ്യ യൂസിൽ തന്നെ സൂപ്പർ റിസൾട്ട് കിട്ടിയ ഹെയർ ഡൈ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഏത് പ്രായക്കാർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. അതുപോലെ തന്നെ അലർജി ഉള്ളവർക്ക് അലർജി വരുമെന്ന് പേടിക്കാതെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാം. അതായത് അലർജി എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് ശതമാനം ആൾക്കാർക്ക് അലർജിയൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ ഡൈ ആണ്. അതുപോലെ നമ്മൾ ഇതിലെടുത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ എടുക്കുക. എല്ലാ ഐറ്റവും നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 2 ഗ്ലാസ് അളവിൽ നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ചെമ്പരത്തി പൂ ഇട്ട് കൊടുക്കാം. നമ്മുടെ അഞ്ചിതളിൻ്റെ ചുവന്ന ചെമ്പരത്തിയില അതാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2-3 പനിക്കൂർക്കയുടെ ഇല, അതായത് ഞവരയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി അല്ലെങ്കിൽ തേയിലപ്പൊടി, നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കാം. ചോയ്സ് ആണ് കേട്ടോ. ഒന്നേ തേയിലപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി. ഇനി ഇത് 3ഉം കൂടെ നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. 1 ഗ്ലാസ് എന്ന വെള്ളം നമുക്ക് അതിന് തിളപ്പിച്ച് 1/2 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കാം. നമ്മുടെ പനിക്കൂർക്ക, അതായത് ഞവരയില ചേർത്തിരിക്കുന്നതുകൊണ്ട് തലനീരിറക്കം ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഒരു ശമനം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ പനിക്കൂർക്ക എന്ന് പറയുന്നത് നമ്മുടെ നരച്ച മുടിയെ ഒരു ചെറിയ രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ നര വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ പനിക്കൂർക്ക ഉപയോഗിച്ചിട്ടുള്ള നീര് അല്ലെങ്കിൽ പനിക്കൂർക്ക ഉപയോഗിച്ചിട്ടുള്ള എണ്ണയോ എന്തെങ്കിലും നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടി നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതായത് നര വന്നതിന് ശേഷം ഉപയോഗിക്കാതെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നര നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മുടെ ഈ 1/2 ഗ്ലാസ് വെള്ളം ആക്കിയതിലേക്ക് കുറച്ച് സവാളയുടെ തൊലി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചില്ലേ, ആ സമയത്ത് സവാളയുടെ തൊലി ഇട്ടാലും കുഴപ്പമില്ല. അതിന് ശേഷം ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം നല്ലവണ്ണം തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആക്കിയിട്ട് നല്ലവണ്ണം നമുക്കിത് അരച്ചെടുക്കാവേ. ഇനി ഒരു ബൗൾ അളവിൽ നമ്മൾ കറിവേപ്പില എടുക്കുക. അതേ അളവിൽ തന്നെ മൈലാഞ്ചി എടുക്കണം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മുടെ നീലാമരിയുടെ ഇലയാണ്. അതും നമ്മൾ മൈലാഞ്ചിയുടെയും കറിവേപ്പിൻ്റെ ഇല എത്ര എടുത്തോ അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ നീലാമരിയുടെ ഇല എന്ന് പറയുന്നത് ചോയ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നീലാമരിയുടെ ഇല ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഈ ഡൈക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. നമ്മുടെ നീലാമരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 സ്പൂൺ അളവിൽ കരിഞ്ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 3 സ്പൂൺ നെല്ലിക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് ഇത്ര ഇട്ടതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലാക്കി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഒരു പഴയ കോട്ട തുണി ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാം. ഇനി ഈ അരിച്ചെടുത്ത സൊല്യൂഷൻ നമുക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിയിലാക്കിയിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കുറുക്കിയെടുക്കാം. ഇത് നമുക്ക് ഒരു നല്ലവണ്ണം തണുത്തതിന് ശേഷം ആ ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ, അതായത് ഓവർ നൈറ്റ് ഫുള്ള് നമുക്ക് വച്ചിരുന്നതിന് ശേഷം പിറ്റേ ദിവസം നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 1-1.5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കെമിക്കൽ ഡൈ കിട്ടുന്നത് പോലത്തെ ഈട് നമുക്ക് കിട്ടത്തില്ല. ഒരു 1-2 വാഷൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് ഡിലേ ആയിപ്പോവും, അത് ഓർക്കുക. അപ്പോൾ അലർജി ഫ്രീ ഇല്ലാതെ നമുക്ക് 1-2 ദിവസത്തേക്ക് നമുക്ക് നമ്മുടെ മുടിയെ കറുപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്ക് ബൈ ബൈ.